പട്ടുടുത്തു കുഞ്ചി നിന്നു സൂര്യപുത്രി കൈവളയിൽ കാൽത്തളയിൽ പൊന്നണിഞ്ഞു സൂര്യപുത്രി താമരപ്പൂ മാലയിട്ടു പൊട്ടു തൊട്ടു സൂര്യപുത്രി ഹലോ, വില്യമിൻ്റെ വീടല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? എൻ്റെ പേര് സഹദേവൻ, കൃഷ്ണകുമാറിൻ്റെ അച്ഛനാ. ഏത് കൃഷ്ണകുമാർ? കിച്ചു എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും. എന്തു വേണം? ഇതിപ്പോ സംസാരിക്കുന്നത് വില്യമിന്റെ മമ്മിയാണ്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വില്യമിനോടും സംസാരിക്കണമായിരുന്നു. അവൻ ഇവിടെ ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. എന്താ കാര്യം? എൻ്റെ മോൻ നിരപരാധിയാ. അവനല്ല അലക്സാണ്ടറെ കൊന്നത്. അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്, കോടതിയല്ലേ. അവൻ്റെ അച്ഛനാ ഞാൻ. എനിക്കുറപ്പുണ്ട് അവനത് ചെയ്യില്ലെന്ന്. അതിനിപ്പോ നിങ്ങൾ വില്യമിനെ കാണുന്ന എന്തിനാ? കിച്ചുവിന് ഒരു ജാമ്യത്തിന് വേണ്ടിയാ. വില്യം വിചാരിച്ച ഇല്ല, വില്യം വിചാരിക്കില്ല. ഞങ്ങളുടെ ഡാഡിയെ കൊന്നവനെ ജാമ്യത്തിലിറക്കാൻ ഞങ്ങൾ തന്നെ കൂട്ടു നിൽക്കണോ അല്ലേ? നടക്കില്ല. അവൻ അനുഭവിക്കട്ടെ. ആവുന്നിടത്തോളം കാലം അവൻ ജയിലിൽ കിടന്ന് നരകിക്കട്ടെ. മമ്മി ഫോൺ വെച്ചേ. ഇനി മേലിൽ നിങ്ങൾ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. ഇവിടുന്ന് ആര് ശുപാർശ ചെയ്ത് നിങ്ങളുടെ മോന് ജാമ്യം കിട്ടാനും പോകുന്നില്ല. എന്താ പറഞ്ഞത്? അവൻ്റെ അമ്മയും പെങ്ങളുവാ സംസാരിച്ചത്. അവരെന്താ പറഞ്ഞത്? എന്താ മോനെ? അത് അയാളിപ്പോ ഓഫീസിലെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ അവിടെ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം. 「
ഞാൻ കിച്ചുവിൻ്റെ അറിയാം. എന്താ വേണ്ടത്? ഞാൻ ഓഫീസിൽ പോയിരുന്നു. മാനേജറാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. എൻ്റെ മോനെ രക്ഷിക്കണം. സത്യമായിട്ടും അവനല്ല മോൻ്റെ ഡാഡിയെ കൊന്നത്. അവനതിന് കഴിയില്ല മോനെ. കൊല്ലാൻ പോയിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി കടുപ്പിച്ചൊരു വാക്ക് പറയാനുള്ള മനക്കെട്ടി പോലും ഇല്ലാത്തവനാണ് എൻ്റെ മകൻ. 10-27 വർഷം അവനെ വളർത്തി വലുതാക്കി അവൻ്റെ അച്ഛനായി പറയുന്നത്. നിരപരാധിയെ അവൻ. ചെയ്യാത്ത തെറ്റിന് അവൻ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കാകെയുള്ള ആശ്രയം അവൻ. തിരിച്ചു തരണം. അവനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന അവൻ്റെ അമ്മയും മുത്തശ്ശിയുണ്ട് വീട്ടിൽ. അവരെ ഓർത്തെങ്കിലും അവനെ രക്ഷിക്കണം. കുറ്റവാളിയാണെങ്കിൽ കോടതി അവനെ ശിക്ഷിച്ചോട്ടെ. പക്ഷേ അതുവരെ അവനിപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്നൊരു മോചനത്തിനാണ് ഞാൻ മോൻ്റെ അടുത്തേക്ക് വന്നത്. മോനൊന്ന് മനസ്സ് വെച്ചാൽ അവന് ജാമ്യം കിട്ടും. ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ എതിർക്കരുതെന്ന് മോൻ ആ സർക്കിളിനോടൊന്ന് പറയണം. ഒരച്ഛൻ്റെ അപേക്ഷയാണ്. ഞാൻ മോൻ്റെ കാല് പിടിക്കാം. അല്പം കരുണ കാണിക്കണം. തീർന്നോ? സ്വന്തം മകനോട് ഇത്രയും സ്നേഹമില്ലാത്തൊരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ മോൻ പുറത്തിറങ്ങിയാൽ പിന്നെ തിരിച്ച് ജയിലിലേക്കാവില്ല പോകുന്നത്. പരലോകത്തേക്കായിരിക്കും. അവനെ ഞാൻ കൊല്ലും. അവൻ ചെയ്തതുപോലെ മണ്ടത്തരമൊന്നും ഞാൻ കാണിക്കില്ല. പോലീസിനോ നിയമത്തിനോ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഞാൻ അവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയക്കും. അതുകൊണ്ട് അവൻ ഒരിക്കലും പുറത്തിറങ്ങരുതെന്ന് പ്രാർത്ഥിക്കുക. മകൻ്റെ ആയുസ് അല്പമെങ്കിലും നീട്ടിക്കിട്ടാൻ അതേ ഉള്ളൂ വഴി. മോനെ വേണ്ട. അവൻ്റെ പേരും പറഞ്ഞ് താൻ ഇനി എൻ്റെ മുമ്പിൽ വന്നേക്കരുത്. പോവാൻ. മോളോട് ഒരു കാര്യം പറയാനുണ്ട്. മോളെവിടെ പോയതാ? ഞാൻ ലൈബ്രറി വരെ പോയതാ, കുറച്ച് ബുക്സ് എടുക്കാൻ. ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ മോളോടൊപ്പം പരുഷമായി സംസാരിച്ചു. അപ്പോഴത്തെ ആ ഒരു വിഷമം കൊണ്ടാ ഞാനങ്ങനെ. സാരമില്ല സർ, ഞാനത് അപ്പോഴേ മറന്നു. സാറിൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും അങ്ങനെയൊക്കെ സംസാരിക്കൂ. അവനിപ്പോൾ വീണ്ടും പോലീസിൻ്റെ കസ്റ്റഡിയിലാ. അറിഞ്ഞു. പോയെന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെന്നാലും കാണാൻ ആ CI സമ്മതിക്കില്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അവനിപ്പോൾ വീണ്ടും പോലീസിൻ്റെ കസ്റ്റഡിയിലാ. അറിഞ്ഞു. പോയെന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെന്നാലും കാണാൻ ആ CI സമ്മതിക്കില്ല. സാർ എവിടെ പോയതാ? ഞാനിപ്പോൾ ആ വില്യമിനെ കണ്ടുവരുന്ന വഴിയാ എൻ്റെ മോനൊന്ന് രക്ഷിക്കണമെന്ന് പറയാൻ. കരഞ്ഞു കാല് പിടിച്ചു ഞാൻ. ഒരു ജാമ്യമെങ്കിലും അനുവദിച്ചു കിട്ടാനായി സഹായം അയാൾ ചെയ്യില്ല. പകരം എൻ്റെ മകൻ പുറത്തിറങ്ങിയാൽ അവനെ കൊല്ലുവന്ന്. സാറെന്തിനാ അയാളെ കാണാൻ പോയത്? അയാള് പറയുന്നത് അനുസരിച്ചാ ആ CI കിച്ചുവിനെതിരെയുള്ള ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെയുള്ള വില്യമിനോട് കിച്ചുവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ സാറിന്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് ഈ ഒരു വഴിയേ ഞാൻ കണ്ടുള്ളൂ. ഒന്നും അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല.
അയാൾ എന്തു പറഞ്ഞാലും ആ സിയെ അനുസരിക്കുകയും ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാവണം. അതിന് വില്യത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥന് കേസ് അന്വേഷിക്കണം. അതിപ്പോ നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ മോളെ? നടക്കും. അതിനുള്ള ചില നീക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണം മറ്റൊരാളെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നിവേദനം വില്യമിന്റെ മമ്മിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കളക്ടർക്കും ഐജിക്കും അയച്ചു കഴിഞ്ഞു. എങ്ങനെ? അവർ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. അവർക്കാവശ്യം അവരുടെ ഭർത്താവിനെ കൊന്ന യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാന്നുള്ളതാ. അതുകൊണ്ട് അവർ സമ്മതിച്ചു. അപ്പോ പുതിയൊരാൾ അന്വേഷണത്തിന് വരുമെന്നാണോ മോള് പറയുന്നത്? വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഇതൊന്നും മറ്റാരും അറിഞ്ഞിട്ടില്ല. വളരെ രഹസ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനി ഇതൊന്നും ആരും അറിയാനും പാടില്ല. സാർ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. കിച്ചു നിരപരാധിയാണെന്ന് നമുക്കറിയാം. ആ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്ന ഒരു സമയം അധികം വൈകാതെ ഉണ്ടാവും. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം അപ്പോഴേക്കും തീരും സർ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ മിസോറി പോവും സിവിൽ സർവീസ് ട്രെയിനിങ്ങിന്. അതിനു മുൻപ് കിച്ചുവിനെ എനിക്കൊന്ന് കാണണം. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ സർ. സമയം കുറച്ച് വൈകി. ശരി മോളെ. ഇത്ര നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ മോളെ. ഹ, അവള് വരും ശാരദാമ്മേ. ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെട്ട അവളീ മുറ്റത്തങ്ങ് പ്രത്യക്ഷപ്പെടുവോ? മോക്ക് എന്ത് പറഞ്ഞാലും നിസ്സാരമാ. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ വരാന്നും പറഞ്ഞിറങ്ങിയതാ. ഇതിപ്പോ സമയം എത്രയായി? അതിനവള് ചുമ്മാ കറങ്ങാൻ പോയതല്ലല്ലോ. എന്തൊക്കെയോ വാങ്ങണം, ലൈബ്രറിയിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. അതിനൊക്കെ സമയം കുറച്ചാവില്ലേ? പിന്നെ അധികം വൈകാതെ ഒരു സിവിൽ സർവീസുകാരിയാവാൻ പോവല്ലേ അവള്. എന്നിട്ടാണോ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? മോൾക്കത് പറയാം. മുമ്പൊക്കെ അച്ഛൻ കൂടെ ഇല്ലാതെ പുറത്തോട്ടിറങ്ങാൻ മടിക്കുന്ന കുട്ടികളായിരുന്നു. ഇപ്പോ അതും സ്കൂട്ടറിൽ. ശാരദാമ്മ പേടിക്കണ്ട. അവളെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചതേ ഈ ഞാനാ. ആ വന്നല്ലോ. സ്മാർട്ടായി. ഇതെവിടെയായിരുന്നു മോളെ നീ ഇത്രയും നേരം? എന്താ അമ്മേ? എന്താ അമ്മേ, മനുഷ്യന് ഇവിടെ ഒരു സമാധാനം ഇല്ലാതെയാ ഇത്രയും നേരം. ഒന്നും പറയണ്ടെന്റെ ദേവു. നീ ഇവിടുന്ന് ഇറങ്ങിയപ്പോ മുതൽക്കുള്ള നിൽപ്പ ഇവിടെ. എന്താണാവോ കാണാത്തെന്നും ചോദിച്ച്. അതെ, ഈ സ്കൂട്ടറിലുള്ള കറക്കമൊന്നും ഇനി വേണ്ട. ഈ പേടിയുടെ നിൽപ്പിന്റെ കാരണം അതാണെന്ന് മനസ്സിലായി. അതിന് ഞാനല്ലേ അമ്മേ വണ്ടി ഓടിക്കുന്നത്? ആ പിന്നെ അങ്ങനെ അങ്ങ് ഞെളിയാ വരണ്ടേ. ഈ പറയുന്ന നമ്മുടെ കഴിവൊന്നുമല്ല, എന്റെ കോച്ചിങ്ങിന്റെ ഗുണ. ഓ സമ്മതിച്ചേ. സമ്മതിക്കണം. വാ അമ്മേ. അല്ല, എവിടെ എന്റെ കല്യാണി ചേച്ചി? ഇതുവരെ പുറത്തുണ്ടായിരുന്നു അമ്മയ്ക്ക് കൂട്ടായിട്ട്. പിന്നെ ബോറടിച്ചിട്ടാന്ന് തോന്നുന്നു മോളിലേക്ക് പോയി. ഇത് എവിടെയായിരുന്നു മോളെ നീ? മനുഷ്യൻ ഇവിടെ ഉള്ളിൽ തീയായിരുന്നു. അയ്യോ, അപ്പൊ ആ ഫയർഫോഴ്സിനെ ഒന്ന് വിളിക്കാറുന്നില്ലേ ഇവിടുത്തെ തീ ഒന്ന് കെടുത്താൻ? ഒന്ന് പോ പെണ്ണേ. ഇങ്ങനെ കളിയാക്കാൻ മാത്രം പഠിച്ചാ മതി. എന്റെ അമ്മേ, ഈ കണക്കിന് ഞാൻ ഡൽഹി പോയാ എന്തായിരിക്കും ഇവിടുത്തെ പുകില്? ഒരു വൻ തീപിടുത്തം തന്നെ ആവൂല. അത് ഓർക്കുമ്പോഴാ മനസ്സിന്. അപ്പോ അമ്മ തൽക്കാലം അത് ഓർക്കണ്ട. എന്റെ ശാരദാമ്മേ, ഇവളിതൊക്കെ ശീലിക്കട്ടേന്നേ. ഇനിയിപ്പോ IPS മറ്റോ ആണ് കിട്ടുന്നെങ്കിലോ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ തനിയെ യാത്ര ചെയ്യേണ്ടി വരും. സിനിമയില് വിജയശാന്തി ഒക്കെ വരുന്ന പോലെ ബുള്ളറ്റില് കുടുകുടൂന്ന്. അതൊരു സ്റ്റൈലല്ലേ? എന്റെ മോക്ക് ആ സ്റ്റൈലും വേണ്ട, ആ ഉദ്യോഗവും വേണ്ട. എന്റെ മോളെ കളക്ടർ ആയാ മതി. അതിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ. റാങ്ക് അനുസരിച്ച് അവര് തരുന്നതല്ലേ കിട്ടൂ. എന്ത് വേണമെങ്കിലും കിട്ടട്ടെ, എന്തിനു ഞാൻ തയ്യാറാ.
അച്ഛൻ വന്നില്ലേ അമ്മേ? ഇതുവരെ കണ്ടില്ലല്ലോ. വൈകുന്നതിന് മുമ്പ് എത്താന്നാ പറഞ്ഞത്. അച്ഛനറിയണ്ട മോളുടെ സ്കൂട്ടറിലെ അഭ്യാസ പ്രകടനമൊന്നും. അച്ഛൻ അതൊക്കെ മനസ്സിലാവും. ഉം. ചേച്ചി, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ കിച്ചുവിന്റെ അച്ഛനെ കണ്ടിരുന്നു. അന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ നമ്മളോട് ചൂടായിട്ടൊക്കെ സംസാരിച്ചില്ലേ? അതില് വലിയ വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. ആളാകെ ഒന്ന് മാറിയതുപോലെ. കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. എങ്ങനെയെങ്കിലും കിച്ചുവിനെ ഒന്ന് പുറത്തിറക്കാനുള്ള ശ്രമത്തിലാ പാവം. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് കിച്ചുവിനെ എനിക്കൊന്ന് കാണണം ഗ്രീഷ്മ ചേച്ചി. ഒരു ദിവസം പോവാം. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് കിച്ചുവിനെ എനിക്കൊന്ന് കാണണം ഗ്രീഷ്മ ചേച്ചി. ഒരു ദിവസം പോവാം. എന്താടി? നാളെ മുതൽ എനിക്ക് കോളേജിൽ പോണം. എന്തിനാണാവോ? കുറച്ചു ദിവസം കാണാതിരുന്നപ്പോഴേക്കും ഉറക്കം വരാതായോ നിനക്ക്? ഞാൻ ആരെയും കാണാനൊന്നും പോണില്ല. ഞാൻ പഠിച്ചോളാം. ഓ പിന്നെ ഇത്ര നാൾ ഇതും പറഞ്ഞുകൊണ്ടന്നെ നീ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നീ പഠിച്ച എന്താണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ നിന്റെ കൈയും കാലം തല്ലി ഒടിച്ച് ഇട്ടേക്കേ ഇല്ലമ്മേ, ഞാൻ പഠിച്ചോളാം. ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആ എങ്കിൽ നിനക്ക് കൊള്ളാം. അല്ല, എന്ത് പറ്റി ഇപ്പം ഇങ്ങനെ ഒരു മനസ്താപം തോന്നാൻ? ഈ തോന്നൽ അന്ന് നിന്റെ ഏട്ടൻ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് വല്ല കാര്യം ഉണ്ടാവുമായിരുന്നോ? അന്ന് എന്തായിരുന്നു നിന്റെ അഹങ്കാരം? ആ ഇനിയിപ്പോൾ അവൻ വരട്ടെ, എന്നിട്ട് അവൻ തന്നെ തീരുമാനിക്കും നീ ഇനി പഠിക്കണോ വേണ്ടേന്ന്. അമ്മ കൂടി ഏട്ടനോട് ഒന്ന് പറയണം. മിക്കവാറും അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കിടപ്പാടം പോലും ഇല്ലാതെ തെരുവിലേക്ക് ഇറങ്ങാൻ പോവല്ലേ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലില്ല. എല്ലാരും കൂടെ കെട്ടും കിടക്കയായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു, അത്ര തന്നെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആലോചിച്ചിട്ട് ഒരു പോംവഴിയും കാണാത്തോണ്ടാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ കസ്തൂരി സ്വന്തം ശരീരത്തിലുണ്ടായിട്ടും അത് അന്വേഷിച്ച് കിടന്ന കസ്തൂരിമാന്റെ അവസ്ഥ നിന്റെ എന്നേ അമ്മ പറയൂ. അതിനിപ്പോ എവിടെ ഇരിക്കുന്നു കസ്തൂരി? ഉപമയും ഉൾപ്രേക്ഷയൊന്നും വേണ്ട, അമ്മ കാര്യം പറ. എടാ, ജപ്തി ഒഴിവാക്കാനുള്ള കാശ് നിന്റെ പേരിൽ തന്നെ ബാങ്കിൽ കിടപ്പില്ലേ? എന്റെ പേരിലോ? ഏത് കാശ്? നിന്റെ പേരിലെന്ന് പറഞ്ഞ നിന്റെയും നിന്റെ ഭാര്യയുടെയും പേരില്. നിങ്ങൾക്ക് അവളുടെ അച്ഛൻ തന്ന 3 ലക്ഷം രൂപ വെറുതെ ബാങ്കിൽ കിടന്ന് പൂപ്പല് പിടിക്കുക. അതിങ്ങോട്ട് എടുത്താ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം തീരും. അത് കണ്ട് അമ്മ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അത് നടക്കില്ല. എന്താ നടക്കാതിരിക്കാൻ കാര്യം? അത് ഫിക്സഡ് ഡെപ്പോസിറ്റാ. തോന്നുമ്പോ ചെന്ന് ചോദിച്ചാൽ കിട്ടില്ല. വേണ്ട, അതിന്റെ എടിന്മേൽ കുറച്ച് പണം വായ്പയായിട്ട് എടുക്കാൻ പറ്റില്ലേ? പറ്റുമെന്നാണല്ലോ ഭദ്രൻ പറഞ്ഞത്. ഓ, അപ്പൊ ഇത് അളിയന്റെ ബുദ്ധിയാ? ബുദ്ധി ആരുടെ ആയാലും എന്താ, പണം കിട്ടില്ലേ? വായ്പ എടുത്ത് അതങ്ങ് തീർത്താ പിന്നെ മാസാമാസം ഒരു തുക അടച്ചതങ്ങ് തീർത്താ പോരെ? വേണ്ട, ആ കാശ് നമുക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? അവളുടെ കാശായതുകൊണ്ടാ? അതെ, അതുകൊണ്ട് തന്നെയാ. മനുഷ്യനായ അഭിമാനം എന്നൊരു സാധനം വേണം. സ്വന്തം കുടുംബം തെരുവിലേക്ക് ഇറങ്ങുന്നതിൽ നിനക്ക് വിഷമമില്ല, അഭിമാനം പോകുന്നതിലാ വിഷമം. ആ, എനിക്കത് വിഷമം തന്നെയാ. തന്നെയല്ല, അവളുടെ ഒപ്പം കൂടി ഇല്ല ഇതൊന്നും നടക്കില്ല. ഒരൊപ്പ് കിട്ടാൻ നീ അവിടം വരെ ഒന്ന് പോയാ പോരെ? നീ ഒന്ന് ചെന്ന് ചോദിച്ചാൽ അവൾ ഒപ്പിട്ട് തരും. അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ? ഇല്ല, ഇപ്പൊ നമ്മുടെ ആവശ്യം നടക്കണം. അതിനിത്തിരി നാണം കെട്ടാലോ അങ്ങ് സഹിക്കണം. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പോയി ചോദിക്കാം. അങ്ങോട്ട് ചെല്ല്. അവരവിടുന്ന് അടിച്ചിറക്കി വിടും. അവിടെ ആരടിച്ചിറക്കിയാലും അവൾ എന്നെ അടിച്ചിറക്കില്ല, അതെനിക്കറിയാം. അപ്പൊ അമ്മയ്ക്ക് അറിയായിരുന്നു അവളൊരു പാവമാണെന്ന്. പിന്നെ എന്തിനായിരുന്നു എന്നെ കൊണ്ട് ഈ വേണ്ടതിനൊക്കെ ജയിച്ചത്? ഞാൻ എന്ത് വേണ്ടതിനും ജയിച്ചു എന്നാ? നീ നിന്റെ ഇഷ്ടത്തിനല്ലേ അവളെ ഇറക്കി വിട്ടത്? ആ, അതുകൂടി എന്റെ തലയിൽ വെച്ചോ. നിനക്ക് പോകാൻ പറ്റില്ല, അത് പറഞ്ഞാ മതി, ഞാൻ പോയി ചോദിച്ചോളാം. എടാ, നീ ആ കടലാസൊക്കെ ഒന്ന് ശരിയാക്കി തന്നാ മതി. അപാര തൊലിക്കെട്ടി തന്നെ. ഏട്ടാ,
ഞാൻ നാളെ മുതൽ ക്ലാസ്സിൽ പോയിക്കോട്ടെ? എന്റെ മോൾക്ക് നാട്ടുകാരുടെ മുമ്പിൽ തലകൊടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ ഏട്ടൻ കാരണം. പിന്നെ എങ്ങനെ കോളേജിൽ പോവും? അതോ എന്ത് സഹിച്ചിട്ടായാലും വേണ്ടില്ല അവനൊന്ന് കണ്ടാൽ മതി എന്നുള്ള ചിന്തയിലാണോ നീ? അതെ, ഇവള് പറയുന്ന ഈ സന്ദീപ് ആളത്ര ശരിപ്പുള്ളിയൊന്നുമല്ല. എനിക്കറിയാം അവനെ. കുറെ നാൾ എന്റെ പുറകെ നടന്നതാ. ഞാൻ മൈൻഡ് ചെയ്തില്ല. ദേ, മേലിൽ നീ അവനെ കണ്ടുപോരുത്. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ കാല് ഞാൻ തല്ലുപിടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. എടാ, ആ വായ്പയുടെ കാര്യം എന്താ ചെയ്യേണ്ടത്? അമ്മ എന്താന്ന് വെച്ചാ ചെയ്യേ. ആരാന്ന് നോക്കുമോളെ.